എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ താനെ എത്തിയിരിക്കുന്നത് ജോമനെല്ലാം അറിയാന്നല്ലേ പറഞ്ഞു. ഉരുണ്ട് പോണോ ജോമന് താനെ പോലെ ദാദർ പോലെ ഒക്കെ അറിയാൻ തുടങ്ങിയത് ഇവിടെ ഇറങ്ങി എന്നിട്ട് വിഷയം അറിയണ്ടോ? നീ കുറച്ചധികം സുഖിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൽ കൂടെ വെച്ചാലോ? ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾക്ക് ദാദറിലും പോകണം. അതിനായിട്ട് ടിക്കറ്റ് എടുക്കണം. അവിടെ വീരാറ് പോകണം. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ. ടിക്കറ്റ് വരില്ല. നല്ല ലാഗാണ് കേട്ടോ. നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് വരുന്നത് നമുക്ക് പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കാണ്. തിരക്കല്ല. അതെ, മുംബൈക്കാരിക്കൊന്നും തിരക്കൊന്നും അല്ലെന്നാണ് പറയുന്നത്. അതെ, അപ്പം നല്ല തിരക്ക് എന്താണെന്ന് നമ്മളൊരു വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും അല്ലേ? മാളുവിനെ ഇടിച്ച് കയറ്റിക്കൊണ്ടു. അതാണ് കഷ്ടപ്പാട്. നല്ല തിരക്കാണ്. അപ്പോൾ ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ അപ്പുറം തിരക്കാണ്. എന്തോ എങ്ങനെ ഞങ്ങൾ കയറി പറ്റി. അത് എന്തോ ലക്ക്. എങ്ങനെയുണ്ട് മാളു യാത്ര? ഇതാണ് മുംബൈയിലെ അവസ്ഥ അല്ലേ? അയ്യോ, ഇനി നമ്മൾ അടുത്ത വീരാർ ട്രെയിൻ പിടിക്കാൻ പോവാണ് കേട്ടോ. വിരാറിന് അപ്പുറത്ത് പോകണമായിരിക്കും. ഇനി അടുത്ത് വീരാർ പോകുന്നതിൻ്റെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അവിടെയാണ് നമ്മുടെ ട്രെയിൻ ടൈമെല്ലാം ഇത് കാണിച്ചത്. ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കയറിയിരിക്കുന്ന സ്ഥലം. എന്തോ കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിരാറിലേക്കുള്ള യാത്ര. ട്രെയിൻ ലഗേജ് 1 മണിക്കൂർ ഇങ്ങനെ വയ്ക്കണം. എല്ലാവരും നോക്കുവാണ് എന്താ സംഭവിക്കുന്നത്. നമ്മൾ പാസഞ്ചറിലല്ല, ലഗേജിലല്ല. ലഗേജിലാണ്. ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ലഗേജിൽ കയറാനേ പറ്റത്തുള്ളൂ. ഇതും കൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ എന്താ ലഗേജിൽ കയറാത്തേ. തിരക്കുണ്ടോ? ഇതൊന്നും അല്ല തിരക്ക്. തിരക്ക് കുറവല്ലേ? തിരക്ക് കുറവാണ്. ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാവരും ഓഫീസിൽ നിന്ന് പോയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് തിരക്കായി വരണമെങ്കിൽ 4 മണിയാവും. അപ്പോൾ തിരക്ക് കുറവാണ്. നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട ഒരു തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒരു തല മാത്രം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കേണ്ടി വരും ശ്വാസം കിട്ടാനായിട്ട്. ബാക്കി ഫുൾ കവറായിരിക്കും. പിന്നെ ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ലഗേജിൽ വന്നിട്ട് ഇരിക്കാൻ സീറ്റ് കുറവാണ്. ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കാം. അവിടെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് മാള്. സീറ്റ് കുറവാണ് ലഗേജ്. കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. വീരാറെത്തി. എങ്ങനെ ജോമോനെ കൊണ്ട് എനിക്ക് വീരാറ് വന്നതിൽ സത്യം ഭക്ഷണം
പറഞ്ഞിട്ടില്ല. ഇപ്പം ജോമോനെ നമുക്ക് വീരാറ് കാണിക്കാം. ഉരുട്ടി കളിക്കുന്നുണ്ട്. ജോമോന് വീരാറ് എങ്ങനെയുണ്ട്? പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങുമ്പോഴേ വീരാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ജോമോനോട്. നമുക്കൊരു ഡ്രൈവറിനെ കിട്ടിയിരിക്കുകയാണ്. കേരള से टूरिस्ट नहीं इधर रहते लोकल हाँ थैंक यू. We are just started. നമ്മളൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ വ്ളോഗ് എടുത്തോണ്ട് പോണ കണ്ടിട്ടാണെന്ന് തോന്നിട്ടോ കുട്ടികൾ ചോദിച്ച ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചു. പക്ഷേ തുടക്കമാണെന്ന് അവർക്ക് പിന്നെ അവർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ചോദിച്ചാലറിയോ എന്ത് വേണം? ഇവിടെ കയറണോ ഇവിടെ കയറണോ ജോമോന് കൺഫ്യൂഷൻ. എന്തൊക്കെ കാണും നോർമലി ചപ്പാത്തി 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 പിന്നെ കറി പിന്നെ നാൻ കാണുമായിരിക്കും. കുർബയിലേക്ക് നോക്കിക്കോ. അതെനിക്കറിയടാ. നാൻ കാണുമായിരിക്കും. ഫുള്ള് തള്ളാണ് ഗൈസ്. ചപ്പാത്തി ചപ്പാത്തി. അപ്പം അത് കുർബ. ജോമോൻ ഇത് വേണ്ടെങ്കിൽ അവിടെ പോയി ബർഗർ കഴിക്കാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇല്ലേ മോനെ? കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനൊരു ചിക്കൻ നഗറ്റ്സ് ഒന്നുകൂടെ പറഞ്ഞു. നമ്മളിത് ബർഗറും ചിക്കൻ നഗറ്റ്സും കഴിക്കുവാണ്. കുഴപ്പമില്ലല്ലേ? നല്ല ക്രിസ്പി ആയിട്ടുള്ള നഗറ്റ്സ്. അത് സത്യം. ഇവിടെ എല്ലാവരും ഇങ്ങനെ നടന്ന് പോവാണ്. നല്ല തിരക്കാണ്. അതെ, മുംബൈക്കാരി പറയുന്നത് ഇതൊന്നും ഒരു തിരക്കേ അല്ല. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഇടിച്ച് കയറിയ ആൾ മാളു ഡെയിലി ഓഫീസിൽ പോയിട്ട് വരുന്നു. ഇപ്പോഴേ ഞാൻ വിചാരിക്കും ജോമോൻ ഇവിടെ കൊണ്ടുവരുന്നു. എനിക്ക് പടി തരണത് ഈ തിരക്കുകളൊക്കെ കാണിച്ചു കൊടുക്കണം. ജോമോൻ പറയും സിമ്പിൾ, നീ എന്തിനാ ഞാൻ സിമ്പിൾ എന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അറിയാം. ഞാനേ മാളു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴും കാണുമ്പോൾ ഡെയിലി ഓഫീസിൽ പോയിട്ടൊക്കെ വരുന്നത്. ഞാൻ എന്നാലും കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവിച്ചാലല്ലേ അതിൻ്റെ ഇതറിയുള്ളൂ. അത് പോയിന്റ് മറ്റൊരു ഭാര്യയുടെ പോയിന്റ്. എന്തൊക്കെയോ ഇവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ 1 മാസത്തിന് ശേഷം വീരാറെത്തിയിരിക്കുകയാണ്. ജോമൻ ആ മലയുടെ താഴെയാണ് നമ്മുടെ റൂം വരുന്നത്. ജോമൻ ചോദിക്കുക എവിടെ നിന്ന് ഇറങ്ങാൻ ലിഫ്റ്റ് ഇല്ലേന്ന്. ഇവിടെ ലഗേജ് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്ന കേസ്. കഷ്ടപ്പാടുകളാണ് യാത്ര. ടുട്ടു ഓട്ടോയ്ക്ക് ഇവിടെ റേസാണ്. ടുട്ടു ആരാദ്യം ജയിക്കും. ഞാൻ തന്നെ മാറണം. കട 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 കട. എൻ്റെ കാലൊക്കെ ഇത് മിക്കവാറും കൊണ്ടുപോകും. തുരപ്പം വരല്ലേ ഉള്ളത്. എന്റെ കാലൊക്കെ പോയി. എൻ്റെ കേസ് ഗൈസ്. അപ്പം നമ്മൾ റൂമിലോട്ടുള്ള വഴിയിൽ വരുന്നതാണ്. നമുക്ക് എന്തായാലും റൂമിലോട്ട് പോവാം. റൂം എത്താറായി. ഇനി റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വ്ളോഗ് വരുന്നത് വരെ ബൈ.